മത്തങ്ങ കൊണ്ടാണ് കേട്ടോ ഇന്ന് പുളിങ്കറി ഉണ്ടാക്കണേ. അതിനായിട്ട് 1/2 കിലോ മത്തങ്ങ, ചുമന്ന മത്തങ്ങയാണ് എനിക്ക് കിട്ടിയത്. അത് കാരണം ഉള്ളിലത്തത് മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. പുറത്തെ തൊലി ചിലയിടത്ത് മാത്രം കേട് വന്നത് മാത്രം കളഞ്ഞു. ബാക്കി ഞാൻ അങ്ങനെ തന്നെ ഇട്ടത്. ഇതിൻ്റെ തൊലി കളയാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് മത്തങ്ങയുടെ. അപ്പം നല്ലോണം ചെത്തി വൃത്തിയാക്കി കേട് വന്നു എന്ന് തോന്നിയ ഭാഗങ്ങൾ മാത്രം ചെത്തിക്കളഞ്ഞിട്ട് കഴുകി വലിയ കഷ്ണം, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പോലത്തെ കഷ്ണമാക്കി എടുക്കുക. അങ്ങനെ ഇട്ടാലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കലങ്ങി പോകും, ചിലതൊക്കെ വല്ലാതെ കലങ്ങി പോകും. അത് പരിപ്പ് വല്ലാതെ വെന്ത് കഴിഞ്ഞാൽ അതും അതിൻ്റെ കൂട്ടത്തിൽ മത്തങ്ങയും കൂടി ആകുമ്പോൾ നല്ലോണം വെന്ത് ഇതായി പോവും, കലങ്ങി പോവും. അപ്പം അതുകൊണ്ടാണ് അധികവും വലുതായിട്ട് തന്നെ ഇടണത്. അപ്പം മുറിച്ച മത്തങ്ങയുടെ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ടിട്ട് തോരപ്പരിപ്പ് എൻ്റെ കയ്യിൽ ഞാൻ ഇത്രയാണ് എടുത്തത്. തോരപ്പരിപ്പ് ഒരു 1.5 കൈ, മത്തങ്ങയുടെ കൂടെ തോരപ്പരിപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച്, അതായത് എപ്പോഴും കുക്കറിലിടുമ്പോൾ കഷ്ണങ്ങളുടെ തൊട്ട് മുകളിലാണ് വെള്ളം നിൽക്കാൻ പാടുള്ളൂ. അത് ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണേ. എല്ലാത്തിനും അല്ല, ഇതുപോലെ ഒരുമിച്ച് വേവിക്കുമ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ കായം ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ പുളി പിഴിയാനായിട്ട് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള, ഇത് നാര് കളയാത്ത പുളി ആയതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇതാക്കി എടുക്കണം. ഒരു 4 വിസിലാണ് കേട്ടോ അടിച്ചത്. പുളിയപ്പോൾ വെള്ളത്തിലിട്ട് വയ്ക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം കായത്തിൻ്റെ ഇത് ടേസ്റ്റ് മുമ്പിൽ നിൽക്കണം, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിയൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ഇത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഉപ്പ് നോക്കണം. പുളി ചേർത്തുകൊണ്ട് ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കൂടി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക് ഇട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു 2 തണ്ട് കരിവേപ്പില ഇട്ടൊന്നും കൂടി മൂപ്പിച്ച് തിളച്ചിരിക്കുന്ന കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മത്തങ്ങ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്.